ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഈ ജൂലൈയിൽ എൻ്റെ കസിൻ്റെ മാരേജ് ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ നാട്ടിലേക്ക് വന്നത് തന്നെ മെയിൻ ഈ ഒരു കല്യാണം ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പോൾ കല്യാണം ആവാൻ ഇനി ഓൾമോസ്റ്റ് 1 മന്ത് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രസ്സ് എടുക്കൽ പരിപാടികളൊക്കെ നമ്മൾ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചാവക്കാടുള്ള കുറേ ബൊട്ടീക്കിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചും കൂടി ഡ്രസ്സുകൾ എടുക്കാനുണ്ട്. അപ്പോൾ തിരൂർ ബാസിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രസ്സുകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇതിന് മുൻപും മാരേജൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വന്നേക്കാണ് തിരൂർക്ക്. അപ്പോൾ ഈ ഒരു ഷോപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ റിസായുടെ ഡ്രസ്സ് എടുക്കലൊക്കെ അവൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുൻപ് തന്നെ എനിക്കും ഉമ്മാക്കുമാണ് ഇവിടെ നിന്ന് നോക്കാനുള്ളത്. കുട്ടികൾക്കൊന്നുള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ നിക്കാഹിന് നമുക്ക് കളർ കോഡ് ഉണ്ട്. ഒരു പീച്ച് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ 2-3 ചുരിദാറൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി പീച്ച് കളറിലുള്ള. ഞാൻ പീച്ച് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ഇഷ്ടപ്പെടുന്നത് മാറ്റി വെക്കണുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും നോക്കണുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കൂടുതൽ ഡ്രസ്സുകളും ഇങ്ങനെ നോർമൽ ചുരിദാർ പോലെയല്ല എടുക്കുന്നത്. ഇതിലധികം വർക്കുള്ളതും ഒന്നും കാണുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര വർക്കായിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പം അങ്ങനെ സ്റ്റോൺ വരുന്ന വർക്കല്ലാണ്ട് ത്രെഡ് വർക്കൊക്കെ വരുന്നത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു മോഡൽ നോക്കി. അങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ട് നമ്മളെല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടാണ്. ബേബി എവിടെ? 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 അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് എടുത്ത ഡ്രസ്സിന് കുറച്ച് ഓൾട്രേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ അവർ അവിടെ നിന്ന് തന്നെ ചെയ്ത് തന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സൂഫി മന്തിയിൽ കണ്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിന് മുൻപ് പപ്പയും ഉമ്മൊക്കെ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കിയൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അധികം തിരക്കില്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ അയിൻ ബേബിനെ ഇതേ അവിടെ സോഫമ്മൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കുട്ടിയായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ ഓർഡറാക്കി. നോർമൽ ചിക്കനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെരി പെരി വേണ്ടാന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ റുവാക്കെങ്ങാനും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനി സ്പൈസി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ നോർമൽ തന്നെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും ചിക്കനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തിരൂർ തന്നെ പപ്പക്ക് ഫോണ് കുറച്ച് റെഡിയാക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരൂർ അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കണ്ടാ വന്നത് മൊബൈൽ മേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് അവിടെ കുറച്ച് അധികം ടൈം എടുത്തിട്ടാ അത് റെഡിയാക്കി കിട്ടാനും അങ്ങനെയൊക്കെ. അതുവരെ നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബേബിക്കാണെന്നുണ്ടെങ്കിൽ റിച്ചുവിനെ കൊണ്ട് ജ്യൂസും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ മന്തി അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അധികം വേവാത്ത റൈസായ കാരണം. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ഒരു കഫേ ഉണ്ട്, ബൂച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഈ കഫേ കാണുമ്പോൾ വിചാരിച്ച് ഇതൊരു കുഞ്ഞേ കഫേ ആണെന്ന് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയത്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റിങ്സ്, ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഫ്രണ്ട്സിനേറ്റും ഫാമിലിനേറ്റും ഒക്കെ പോയിട്ട് വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ്. അവർ പുറത്ത് മാത്രമല്ല ഇൻഡോർ ആയിട്ടും ഡൈനിങ് സ്പേസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് നമുക്ക് ലൈവായിട്ട് മീറ്റൊക്കെ കുക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ബ്രിസ്ക്കറ്റ്, പുൾഡ് ബീഫ്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഓരോ ഐറ്റംസും ഇവർ 14 to 16 hours ഒക്കെ സ്ലോ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് ഷെഫ് വന്നിട്ട് ഓരോ ഐറ്റംസിനെ പറ്റിയിട്ടും പറഞ്ഞു തരുകയും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ അവിടുന്ന്
വെൽക്കം ഡ്രിങ്ക് കുടിച്ച് ടാങ്കി മാംഗോ മൊയ്റ്റോ ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് 2 ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മോക്ഡ് വിങ്സ്, അതേപോലെ ബ്രിസ്ക്കറ്റ് ടാക്കോസ്. എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ടാക്കോസ് ആണ് ഒന്നും കൂടിയും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. അതിൽ ആ വെജീസും മീറ്റൊക്കെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ വന്നപ്പം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് കുറച്ചധികം ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മോക്ഡ് പുൾഡ് ബീഫ് ചെക്ക്, സ്മോക്ഡ് ചീക്ക്, സ്മോക്ഡ് ക്യൂപ്പീൻ, സ്മോക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ്. അങ്ങനെ നമ്മൾ എല്ലാം ട്രൈ ആക്കിയത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി ട്രൈ ആക്കി നോക്ക്. പിന്നെ അവിടുന്ന് റുവ ബേബിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് റുവാക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ച് അതിൽ കൂടെ പപ്പ അവിടുത്തെ സ്പെഷ്യൽ ഹൽവയാണെന്ന് പറഞ്ഞിട്ട് മാംഗോ ഹൽവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ചക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ചക്കൊക്കെ പൊളിച്ച് അതും കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഡേയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.